ഹലോ, ഇന്ന് നമുക്ക് നല്ല കുഴഞ്ഞിരിക്കുന്ന അവിയൽ റെഡിയാക്കാം. അപ്പം പറമ്പിൽ നിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഇത്രയാണ് അവിയൽ വെക്കാനായിട്ട്. പിന്നെ കൂടാതെ നല്ല ചേന ഇങ്ങനെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണേ. അത് വേകുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. അപ്പോൾ കുക്കറിലൊരു സീറ്റ് അടിച്ചെടുത്താൽ മതി. ബാക്കി കഷ്ണങ്ങളെ കരിയാപ്പില, അതായത് ചേമ്പ്, മറ്റ് കിഴങ്ങ്, സവാള, തക്കാളി, പച്ചമുളക്, അങ്ങനെ എല്ലാ പച്ചക്കറികൾ നമ്മൾ അവിയലിനിടുമല്ലോ. അത് ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഇട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ വെന്ത ചേനയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കഷ്ണം ഒന്ന് വേകാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ അയിലക്കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവിയലിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഒരു നുള്ളു ജീരകം, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. കരിയാപ്പിലയും ചേർത്തു. ഇതൊന്ന് ചതഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കടുകും കൂടെ ഇട്ട്, പകുതി ചതഞ്ഞതിന് ശേഷം കടുകും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണേ. ഇനി ആ വെന്തുകൊണ്ടിരിക്കുന്ന കഷ്ണത്തിലേക്ക് ആ അരപ്പും ചേർത്ത് ഒരു സ്പൂണ് തൈരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും ചേർത്ത് ലേശം കരിയാപ്പിലയും കൂടി ഇട്ട് നമ്മൾ വീണ്ടും ഇതൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതൊന്ന് വേകട്ടെ, അരപ്പൊന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പോയി പറമ്പിൽ പോയി 1-2 ഉണ്ടമുളക് എന്ന് പറയും. ഇവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. നീല കളർ മുളകാണ്. അതിൻ്റെ അടുത്ത് നമ്മുടെ വെള്ളക്കാന്താരിയുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട്. വന്ന് 3-4 കൊച്ചുള്ളി, 1 കഷ്ണം 2 കഷ്ണം ഇഞ്ചിയും ആ മുളകും കൂടെ ചതച്ച്, അവിയലിന് കോമ്പിനേഷൻ എപ്പോഴും പച്ചമോര. അപ്പോൾ പച്ചമോര് കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേന് നമ്മുടെ കഷ്ണം അരപ്പും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ അവിയൽ അപ്പോഴത്തേന് റെഡിയായി വരുവേ. നല്ല കുഴഞ്ഞ് ചേമ്പൊക്കെ ഇടുന്നതുകൊണ്ട് ഇത് നല്ല കുഴഞ്ഞിരിക്കും. അത് നമുക്ക് ചോറുണ്ണാൻ നല്ല ടേസ്റ്റായി കുഴഞ്ഞ അവിയൽ. അപ്പം നമ്മുടെ അവിയൽ റെഡിയായി. നമുക്ക് ഉച്ചയൂണിലേക്ക് പോകാം. അപ്പം നമ്മുടെ കുത്തരി ചോറും നമ്മുടെ നല്ല കുഴഞ്ഞ അവിയലും, അതുപോലെ നമ്മുടെ മീൻകറി സൂപ്പറായിരുന്നു. അയില ഇപ്പോഴത്തെ സൂപ്പർ അയിലയാണ് കിട്ടുന്നത്, വാങ്ങിച്ചു. നല്ല അയിലക്കറിയും അതുപോലെ നമ്മുടെ പച്ചമോരും ഒക്കെ കൂട്ടി അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.